നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും ആഡംബരങ്ങളിൽ നിന്നും മാറി അഴുക്കുചാലുകൾക്കും ഇടുങ്ങിയ വഴികൾക്കും ഇടയിലുള്ള ഒരു ചെറിയ കോളനിയിലായിരുന്നു മീരയുടെ താമസം. തുരുമ്പിച്ച ടിൻ ഷീറ്റുകളും പ്ലാസ്റ്റിക് കവറുകളും കൊണ്ട് മറച്ച ആ ചെറിയ കൂരക്കുള്ളിൽ മീരയും അവളുടെ രോഗിയായ അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. മീരയ്ക്ക് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ആ പ്രായത്തിന് താങ്ങാൻ കഴിയുന്നതിലും വലിയ ഉത്തരവാദിത്തങ്ങൾ അവളുടെ ചുമലിലുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് മീര വീട്ടിലെത്തിയപ്പോൾ അമ്മ പതിവ് പോലെ കട്ടിലിൽ കിടപ്പിലായിരുന്നു. കഴിഞ്ഞ കുറെ മാസങ്ങളായി അമ്മക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലുമുള്ള ആരോഗ്യമില്ല. മീരയുടെ കയ്യിൽ ഒരു ചെറിയ പൊതി ഉണ്ടായിരുന്നു. അവൾ അകത്തേക്ക് കടന്ന ഉടനെ അമ്മയുടെ അരികിലിരുന്ന് പതുക്കെ വിളിച്ചു, "അമ്മേ, നോക്കൂ, ഇന്നെനിക്ക് ശമ്പളം കിട്ടി. നമുക്ക് ഇന്ന് തന്നെ ഡോക്ടറെ പോയി കാണാം. നല്ല മരുന്നുകൾ വാങ്ങണം." അമ്മ മകളുടെ മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കി. മീരയുടെ മുഖം വിളറിയിരുന്നു. കൈകളിൽ ജോലി ചെയ്തതിന്റെ തഴമ്പുകളുണ്ട്. അമ്മ പതുക്കെ മീരയുടെ കൈ പിടിച്ചു പറഞ്ഞു, "മോളെ, നിന്റെ ശമ്പളം മുഴുവൻ ഇങ്ങനെ എന്റെ മരുന്നിനായി കളയരുത്. നിനക്കും ഒരു ജീവിതം ഉള്ളതല്ലേ. കുറച്ച് പണമെങ്കിലും നീ നിന്റെ വിവാഹത്തിനായി മാറ്റിവെക്കണം. ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ പെൺകുട്ടിയുടെ ഗുണമല്ല നോക്കുന്നത്, കയ്യിലുള്ള പണവും സ്വർണവുമാണ്." അമ്മയുടെ വാക്കുകൾ കേട്ട് മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അമ്മയുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, "അമ്മേ, എന്നെ ഈ നിലയിൽ എത്തിക്കാൻ അമ്മ എത്ര കഷ്ടപ്പെട്ടതാണെന്ന് എനിക്കറിയാം. അമ്മയെ ഈ അവസ്ഥയിൽ ഉപേക്ഷിച്ചിട്ട് എനിക്ക് എന്ത് വിവാഹമാണ് വേണ്ടത്? എനിക്ക് പണമോ സ്വർണമോ ഉണ്ടാക്കാൻ താല്പര്യമില്ല. അമ്മക്ക് സുഖമാകണം, അതാണ് എനിക്ക് പ്രധാനം. ബാക്കിയെല്ലാം രണ്ടാമതേ വരൂ." മീരയുടെ ജോലി വിമാനത്താവളത്തിലായിരുന്നു. ഒരു ശുചീകരണ തൊഴിലാളിയായിട്ടാണ് അവൾ അവിടെ ജോലി ചെയ്തിരുന്നത്. പുലർച്ചെ എഴുന്നേറ്റ് അമ്മക്കുള്ള ആഹാരവും മരുന്നും ഒരുക്കി വെച്ചതിനു ശേഷം അവൾ വിമാനത്താവളത്തിലേക്ക് തിരിക്കും. അവിടെയുള്ള തിളങ്ങുന്ന തറകളും വലിയ ചില്ലുവാതിലുകളും വൃത്തിയാക്കുമ്പോൾ അവൾ തന്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് മറക്കാൻ ശ്രമിക്കും. വിമാനത്താവളത്തിലൂടെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചും വലിയ ബാഗുകൾ തൂക്കിയും പോകുന്ന ആളുകളെ കാണുമ്പോൾ തനിക്കും എന്നെങ്കിലും ഒരു നല്ല ജീവിതം ഉണ്ടാകുമെന്ന് അവൾ സ്വപ്നം കണ്ടിരുന്നില്ല. മറിച്ച് തന്റെ അമ്മയുടെ ശ്വാസം നിലച്ചു പോകാതിരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. അമ്മയുടെ മരുന്നിനായി അവൾ അധിക സമയം ജോലി ചെയ്യാനും തയ്യാറായിരുന്നു. അവളുടെ ലോകം ആ ചെറിയ വീടിനും വിമാനത്താവളത്തിലെ തറ തുടക്കലിനും ഇടയിൽ ഒതുങ്ങി നിന്നു. ആരെങ്കിലും അവളെ ഒന്ന് നോക്കി ചിരിക്കാനോ വിശേഷങ്ങൾ ചോദിക്കാനോ അവിടെ ഉണ്ടായിരുന്നില്ല. മിക്കവാറും ആളുകൾ അവളെ ഒരു തറ തുടക്കുന്ന യന്ത്രം പോലെയാണ് കണ്ടിരുന്നത്. അവളുടെ വസ്ത്രത്തിലെ അഴുക്കോ കയ്യിലെ ചൂലോ കണ്ട് പലരും മുഖം തിരിച്ചു നടന്നു. എന്നാൽ മീരയുടെ ഉള്ളിൽ ഒരു വലിയ കടൽ പോലെ സ്നേഹവും കരുണയും ഉണ്ടായിരുന്നു. ആ സ്നേഹമാണ് അവളെ ഓരോ ദിവസവും മുന്നോട്ട് നയിച്ചിരുന്നത്. ഒരു സാധാരണ ദിവസമായി തുടങ്ങിയ അന്നും മീര വിമാനത്താവളത്തിൽ തന്റെ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അന്ന് അവിടെ വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ച് അവൾ അറിഞ്ഞിരുന്നില്ല. അവളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കൂടിക്കാഴ്ച അവിടെ നടക്കാൻ പോവുകയാണ്. വിധി മീരക്കായി കരുതി വെച്ചത് വലിയൊരു പരീക്ഷണവും അതോടൊപ്പം വലിയൊരു ഭാഗ്യവുമാണ്. ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മീര തന്റെ അമ്മയുടെ മരുന്നിനുള്ള പണം എങ്ങനെ തികയുമെന്ന് ചിന്തിക്കുകയാണ്. വിമാനത്താവളത്തിലെ തിരക്കേറിയ അന്തരീക്ഷം, വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും എത്തുന്ന യാത്രക്കാരുടെ ബഹളം. മീര തന്റെ ജോലിയിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു. കയ്യിലുള്ള മോപ്പും ബക്കറ്റുമായി അവൾ തറയിലെ ഓരോ കറയും മായ്ച്ചു കളയുകയാണ്. അഴുക്കുപുരണ്ട യൂണിഫോം ആണെങ്കിലും അവളുടെ മുഖത്ത് എപ്പോഴും ഒരു ശാന്തത ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് അന്താരാഷ്ട്ര ടെർമിനലിന്റെ ഭാഗത്തു നിന്നും ബഹളം കേട്ടത്. ഒരു വശത്തു നിന്ന് ഷീല എന്ന യുവതി തന്റെ വിലപിടിപ്പുള്ള ബ്രാൻഡഡ് വസ്ത്രങ്ങളും വലിയ സൺഗ്ലാസും ധരിച്ച് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വേഗത്തിൽ നടന്നു വരികയാണ്. അവൾക്ക് ചുറ്റുമുള്ളവരെയോ അവിടെ ജോലി ചെയ്യുന്നവരെയോ ശ്രദ്ധിക്കാനുള്ള ഭാവമില്ലായിരുന്നു. മറുവശത്തു നിന്ന് ലളിതമായ എന്നാൽ മാന്യമായ വസ്ത്രധാരണം ചെയ്ത ഒരു യുവാവ് നടന്നു വരുന്നുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ബാഗും മറു കയ്യിൽ ഒരു കറുത്ത കോട്ടും ഉണ്ടായിരുന്നു. അവന്റെ നടത്തത്തിൽ ഒരു പ്രത്യേക ഗാംഭീര്യം ഉണ്ടായിരുന്നുവെങ്കിലും അതാരും അറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് ആ യുവാവും ഷീലയും തമ്മിൽ അപ്രതീക്ഷിതമായി കൂട്ടിയിടിച്ചു. ഷീലയുടെ കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള രേഖകൾ തറയിൽ ചിതറി വീണു. യുവാവിന്റെ കയ്യിലുണ്ടായിരുന്ന കോട്ട് മീര തൊട്ടുമുമ്പ് തുടച്ചു വൃത്തിയാക്കിയ നനവുള്ള തറയിൽ വീണ് അഴുക്കായി. "നിനക്ക് കണ്ണു കാണില്ലേ?" ഷീലയുടെ ശബ്ദം വിമാനത്താവളത്തിൽ മുഴങ്ങിക്കേട്ടു. അവൾ ദേഷ്യം കൊണ്ട് വിറക്കുകയാണ്. ആ യുവാവ് പതുക്കെ തന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു, "ക്ഷമിക്കണം, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്റെ തെറ്റാണ്." "ക്ഷമയോ? എന്റെ ഈ വസ്ത്രത്തിന്റെ വില നിനക്കറിയുമോ? നിന്നെപ്പോലെയുള്ള അന്ധന്മാർക്ക് എന്തിനാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് വരാൻ അനുവാദം കൊടുക്കുന്നത്?" ഷീലയുടെ
മീരയുടെ വാക്കുകളിൽ വിഷം നിറഞ്ഞിരുന്നു. അവിടെ കൂടി നിന്ന യാത്രക്കാരെല്ലാം അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. യുവാവ് ശാന്തനായി തന്റെ കോട്ട് കുടഞ്ഞുകൊണ്ട് വീണ്ടും മാപ്പു ചോദിച്ചു. എന്നാൽ ഷീല അടങ്ങിയില്ല. അവൾ തന്റെ ചെരുപ്പിന്റെ ഹീൽസ് നിലത്ത് അമർത്തി ചവിട്ടിക്കൊണ്ട് അവനെ കൂടുതൽ അപമാനിച്ചു. മാപ്പു ചോദിച്ചാൽ എല്ലാം ശരിയാകുമോ? നിന്റെ വേഷം കണ്ടാലേ അറിയാം നീ എവിടെ നിന്നാണെന്ന്. അശ്രദ്ധമായ രീതിയിൽ നടന്നു വന്ന് മറ്റുള്ളവരുടെ സമയം കളയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഷീല ആക്രോശിച്ചു. ആ യുവാവ് ഒന്നും മിണ്ടാതെ അവളെ നോക്കി നിന്നു. ഈ സമയം മീര ഇതൊക്കെ അല്പം അകലെ നിന്ന് നോക്കി നിൽക്കുകയാണ്. ഷീലയുടെ ക്രൂരമായ വാക്കുകൾ മീരയുടെ മനസ്സിനെ വേദനിപ്പിച്ചു. പാവപ്പെട്ടവരോടും സാധാരണക്കാരോടും ധനികർക്ക് ഇത്രയേറെ വെറുപ്പ് എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഷീല അഹങ്കാരത്തോടെ തല ഉയർത്തിപ്പിടിച്ച് അവിടെ നിന്ന് നടന്നു നീങ്ങി. ഷീല പോയതിനു ശേഷം ആ യുവാവ് തറയിൽ വീണ തന്റെ കോട്ടിലെ അഴുക്കു നോക്കി നെടുവീർപ്പിട്ടു. മീര പതുക്കെ അവന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. അവൾക്ക് അവനോട് വലിയ ബഹുമാനം തോന്നി. അത്രയേറെ അപമാനിക്കപ്പെട്ടിട്ടും അയാൾ തിരിച്ചു പ്രതികരിച്ചില്ല എന്നത് മീരയെ അത്ഭുതപ്പെടുത്തി. സർ, സാരമില്ല, അവർ വലിയ വീട്ടിലെ ആളുകളല്ലേ, അവർക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാകില്ല, മീര വളരെ വിനയത്തോടെ പറഞ്ഞു. യുവാവ് തല ഉയർത്തി അവളെ നോക്കി. അവളുടെ കണ്ണുകളിലെ കരുണയും കരുതലും അവൻ തിരിച്ചറിഞ്ഞു. നീ ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? അവൻ ചോദിച്ചു. അതെ സർ, ഞാൻ ഇവിടെ ശുചീകരണ ജോലി ചെയ്യുന്നു. സാറിന്റെ കോട്ട് തരൂ, ഞാൻ അത് വൃത്തിയാക്കി തരാം. മീര തന്റെ കയ്യിലുള്ള വൃത്തിയുള്ള തുണി നീട്ടി. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, സാരമില്ല, ഞാൻ തന്നെ വൃത്തിയാക്കിക്കോളാം. നിന്റെ പേരെന്താണ്? മീര. അവൾ താഴ്മയോടെ മറുപടി നൽകി. സമീർ. തന്റെ അഴുക്കായ കോട്ട് നോക്കി നിൽക്കെ മീര അത് വൃത്തിയാക്കാൻ സഹായിക്കാമെന്ന് വീണ്ടും നിർബന്ധിച്ചു. അവളുടെ നിർബന്ധത്തിന് വഴങ്ങി സമീർ അത് നൽകി. തന്റെ കയ്യിലുള്ള വൃത്തിയുള്ള തുണി കൊണ്ട് അവൾ അതീവ ശ്രദ്ധയോടെ കോട്ടിലെ ഓരോ പൊടിയും തട്ടിമാറ്റി. സർ, നിങ്ങൾ എന്തിനാണ് ആ പെൺകുട്ടിയോട് ഇത്രയേറെ ക്ഷമിച്ചത്? അവർ നിങ്ങളെ ഒരുപാട് മോശമായിട്ടല്ലേ സംസാരിച്ചത്? കോട്ട് വൃത്തിയാക്കുന്നതിനിടയിൽ മീര പതുക്കെ ചോദിച്ചു. സമീർ അല്പം ചിരിച്ചു കൊണ്ട് മറുപടി പറഞ്ഞു. മീര, ഒരാൾ നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ തിരിച്ചു ചീത്ത വിളിച്ചാൽ അവരും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ആ പെൺകുട്ടി തന്റെ പണം കൊണ്ടും പദവി കൊണ്ടും അഹങ്കരിക്കുകയാണ്. പക്ഷേ ജീവിതം എപ്പോഴാണ് മാറി മറിയുക എന്നത് പറയാൻ കഴിയില്ല. സമീറിന്റെ ആ വാക്കുകൾ മീരയെ ചിന്തിപ്പിച്ചു. അവളുടെ ചുറ്റുമുള്ള ലോകത്ത് പണമുള്ളവർ പാവപ്പെട്ടവരെ മനുഷ്യരായി പോലും കാണാറില്ല. എന്നാൽ ഈ യുവാവ് തികച്ചും വ്യത്യസ്തനാണ്. അയാളുടെ വേഷം സാധാരണമാണെങ്കിലും സംസാരിക്കുന്ന രീതിയിലും പെരുമാറ്റത്തിലും ഒരു വലിയ മനുഷ്യന്റെ സംസ്കാരം മീരക്ക് അനുഭവപ്പെട്ടു. സർ, ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? മീര വീണ്ടും ചോദിച്ചു. ഞാനിവിടെ ഒരു വലിയ പ്രൊജക്ടിന്റെ ഭാഗമായി വന്നതാണ്. കുറച്ചു ദിവസം ഇവിടെ കാണും. നിന്നെ കുറിച്ച് പറയൂ മീര, നീ എവിടെയാണ് താമസം? മീര തന്റെ കൊച്ചു വീടിനെ കുറിച്ചും രോഗിയായ അമ്മയെ കുറിച്ചും തുറന്നു പറഞ്ഞു. തന്റെ ശമ്പളം മുഴുവൻ അമ്മയുടെ മരുന്നിനായി ചെലവാക്കുന്നതും മകളുടെ വിവാഹം കാണണമെന്ന അമ്മയുടെ ആഗ്രഹവും അവൾ ഒരു സുഹൃത്തിനോടെന്ന പോലെ സമീറിനോട് പങ്കുവച്ചു. മീര സംസാരിക്കുമ്പോൾ സമീർ അവളെ തന്നെ നോക്കി നിന്നു. ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള ബിസിനസ്സുകാർക്കിടയിൽ മീരയെ പോലെ കുറഞ്ഞ വരുമാനത്തിൽ സംതൃപ്തിയായി ജീവിക്കുന്നു. കുടുംബത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്ന ഒരാളെ അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അമ്മയുടെ കാര്യം നീ പേടിക്കേണ്ട മീര, അമ്മയെ ഒരു നല്ല ആശുപത്രിയിൽ കാണിക്കണം. പണം മാത്രം നോക്കിയാൽ പോരല്ലോ, അമ്മയുടെ ജീവനല്ലേ പ്രധാനം? സമീർ ചോദിച്ചു. അറിയാം സാർ, പക്ഷേ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അതൊക്കെ ആഗ്രഹിക്കാനേ കഴിയൂ. എങ്കിലും എന്റെ അവസാന ശ്വാസം വരെ ഞാൻ അമ്മയെ നോക്കും. മീരയുടെ വാക്കുകളിൽ ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. സമീർ തന്റെ ബാഗിൽ നിന്ന് ഒരു ഡയറി എടുത്ത് എന്തോ കുറിച്ചു. അപ്പോഴാണ് ഷീലയുടെ അമ്മ ശാരദ അവിടേക്ക് വരുന്നത് മീര കണ്ടത്. അവർ ദൂരെ നിന്ന് തന്നെ മീരയെ ശകാരിക്കാൻ തുടങ്ങി. ഹേ, തറ തുടക്കുന്ന പെണ്ണെ, നീ എന്തിനാണ് ഇവിടെ സമയം കളയുന്നത്? പണി തീർന്നിട്ടില്ലെങ്കിൽ നിന്റെ ശമ്പളം കട്ട് ചെയ്യും. പിന്നെ അവിടെ നിൽക്കുന്നവനോട് സംസാരിക്കാൻ നിനക്ക് ആരാണ് അനുവാദം തന്നത്? ശാരദ ആക്രോശിച്ചു. മീര ഭയന്ന് തല താഴ്ത്തി. സമീറിന് ഇത് കണ്ട് ദേഷ്യം വന്നുവെങ്കിലും ഒന്നും പ്രതികരിച്ചില്ല. അവൻ മീരയെ നോക്കി കണ്ണു ചിമ്മിക്കൊണ്ട് ഒരു മന്ദഹാസം നൽകി. നമുക്ക് വീണ്ടും കാണാം മീര എന്ന് പതുക്കെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് നടന്നു നീങ്ങി. സമീർ പോകുന്നത് നോക്കി മീര നിന്നു. അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്. സമീർ തന്റെ കയ്യിൽ അല്പം പണം വെച്ച് നീട്ടാൻ നോക്കിയെങ്കിലും അവൾ അത് വാങ്ങിയില്ല. പണത്തേക്കാൾ ഉപരി അവന്റെ വാക്കുകൾ നൽകിയ ആശ്വാസമാണ് അവൾക്ക് വലുതായി തോന്നി.
തോന്നിയത്. അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞു മടങ്ങുമ്പോൾ മീരയുടെ മനസ്സിൽ സമീർ മാത്രമായിരുന്നു. അവൻ ആരായിരിക്കും? അവന്റെ കുടുംബം എവിടെയായിരിക്കും? തുടങ്ങിയ ചിന്തകൾ അവളെ അലട്ടിക്കൊണ്ടിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അമ്മയുടെ നില അല്പം മോശമായിരുന്നു. മീര ഉടനെ മരുന്നു നൽകി അമ്മയെ ശുശ്രൂഷിച്ചു. അമ്മയുടെ അരികിലിരുന്ന് അവൾ വിമാനത്താവളത്തിൽ വെച്ച് കണ്ട ആ യുവാവിനെ കുറിച്ച് പറഞ്ഞു. അമ്മേ, ഇന്ന് ഞാൻ ഒരാളെ കണ്ടു. ഒരു പക്ഷേ ദൈവം അയച്ച ഒരാളാകാം അദ്ദേഹം. എന്നെ ഒരു മനുഷ്യ സ്ത്രീയായി കണ്ട് സംസാരിച്ച ആദ്യത്തെ അപരിചിതൻ, മീര പറഞ്ഞു. അമ്മ മകളുടെ മുഖത്തെ തിളക്കം നോക്കി ചിരിച്ചു. മോളെ, നല്ല മനുഷ്യർ ഇപ്പോഴും ഉണ്ടെന്ന് നീ വിശ്വസിക്കണം. നിന്റെ കഷ്ടപ്പാടുകൾക്ക് ദൈവം ഒരു വഴി കാണിക്കും. മീര ഉറങ്ങാൻ കിടക്കുമ്പോൾ വിമാനത്താവളത്തിലെ തിരക്കിനിടയിൽ സമീർ അവളെ നോക്കി ചിരിച്ച ആ മുഖം അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു. അടുത്ത ദിവസം വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാകുമെന്ന് അവൾ കരുതിയിരുന്നില്ല. അതേസമയം നഗരത്തിലെ ആ വലിയ ഹോട്ടലിൽ ഇരുന്ന് സമീർ മീരയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ തന്റെ അസിസ്റ്റന്റിനോട് ആവശ്യപ്പെട്ടു. ആ പെൺകുട്ടിയുടെ ജീവിതം മാറ്റാനുള്ള ഒരു നിശബ്ദ തീരുമാനം അവൻ എടുത്തു കഴിഞ്ഞിരുന്നു. വിമാനത്താവളത്തിലെ ആ കൂടിക്കാഴ്ച കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടു. നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ VPS ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയിൽ വലിയൊരു ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. കമ്പനിയുടെ പുതിയ CEO ആയി ഒരാളെ നിയമിക്കുന്നതിനൊപ്പം ഒരു വലിയ ബിസിനസ് പ്രഖ്യാപനവും അന്നുണ്ടാകുമെന്ന് കേട്ടിരുന്നു. ഈ വലിയ കമ്പനിയിൽ മീര ഒരു പാർട്ട് ടൈം ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്യുന്നുണ്ട്. വിമാനത്താവളത്തിലെ ജോലി കഴിഞ്ഞുള്ള സമയത്താണ് അവൾ ഇവിടെ വരുന്നത്. അമ്മയുടെ മരുന്നിനായി കൂടുതൽ പണം കണ്ടെത്താൻ അവൾക്ക് ഈ അധിക ജോലി അത്യാവശ്യമായിരുന്നു. അന്ന് രാവിലെ മുതൽ മീര ആ വലിയ ഹാൾ വൃത്തിയാക്കുന്ന തിരക്കിലാണ്. വലിയ പൂച്ചെണ്ടുകളും വിലപിടിപ്പുള്ള കർട്ടനുകളും കൊണ്ട് ഹാൾ അലങ്കരിച്ചിരിക്കുന്നു. മീര തന്റെ മുഷിഞ്ഞ വസ്ത്രത്തിൽ അവിടെ ആരും ശ്രദ്ധിക്കാത്ത ഒരു മൂലയിലിരുന്ന് തറ തുടക്കുന്നു. പെട്ടെന്നാണ് ഹാളിലേക്ക് വലിയൊരു ഗാംഭീര്യത്തോടെ ഷീലയും അമ്മ ശാരദയും കടന്നു വന്നത്. അവർ അന്ന് അണിഞ്ഞിരുന്ന വസ്ത്രങ്ങൾ കണ്ടാൽ തന്നെ അവർ എത്ര വലിയ ധനികരാണെന്ന് മനസ്സിലാകും. ശാരദ ചുറ്റും നോക്കി മീരയെ കണ്ടതും ശബ്ദമുയർത്തി. ഹേയ്, നീ ഇവിടെയാണോ? വിമാനത്താവളത്തിൽ കണ്ട ആ വാലാട്ടി പക്ഷി ഇവിടെയും എത്തിയോ? വേഗം വൃത്തിയാക്ക്. ഇന്നെന്റെ മകളുടെ ഭാവി തീരുമാനിക്കപ്പെടുന്ന ദിവസമാണ്. ഈ കമ്പനിയുടെ ഉടമ ഷീലയുടെ കുട്ടിക്കാലത്തെ സുഹൃത്താണ്. ഇന്ന് അവൾ ഈ കമ്പനിയുടെ CEO ആയി ചുമതലയേൽക്കും. ഉടമ അവളെ വിവാഹം കഴിക്കുമെന്നും ഉറപ്പാണ്. ഷീല അഹങ്കാരത്തോടെ തന്റെ മുടി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മേ, ഇവളോടൊക്കെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഇവൾക്കിതൊക്കെ മനസ്സിലാക്കാൻ കഴിയുമോ? ഇവളുടെ ലോകം ഈ ചൂലും ബക്കറ്റും മാത്രമാണ്. ഇന്നീ കമ്പനിയുടെ ഉടമ വരുമ്പോൾ ഇവിടെ ഒരു പൊടി പോലും ഉണ്ടാകാൻ പാടില്ല. മീര ഒന്നും മിണ്ടാതെ തന്റെ ജോലി തുടർന്നു. ഷീലയും അമ്മയും അവിടെയുള്ള മറ്റു ഉന്നത ഉദ്യോഗസ്ഥരോട് സംസാരിക്കാൻ തുടങ്ങി. ഷീല സ്വയം ആ കമ്പനിയുടെ ഉടമസ്ഥയെ പോലെയാണ് പെരുമാറിയിരുന്നത്. അവിടെയുള്ള ജീവനക്കാരെ അവൾ പുച്ഛത്തോടെയാണ് നോക്കിയിരുന്നത്. മീര മനസ്സിൽ ആലോചിച്ചു. എത്ര വലിയ മനുഷ്യരാണെങ്കിലും മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാൻ പഠിക്കാത്തവർ എങ്ങനെയാണ് ഒരു കമ്പനി നയിക്കുക? വൈകുന്നേരം ആയതോടെ പാർട്ടി ആരംഭിച്ചു. നഗരത്തിലെ പ്രമുഖർ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരുന്നു. മീര ഹാളിന്റെ ഒരു വശത്ത് പാത്രങ്ങൾ കഴുകുന്നതിലും മറ്റും സഹായിക്കുകയാണ്. എല്ലാവരും കാത്തിരുന്നത് ആ കമ്പനിയുടെ നിഗൂഢനായ ഉടമയെ കാണാനാണ്. അദ്ദേഹം വിദേശത്തായതുകൊണ്ട് അധികമാരും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. ഷീലയും അമ്മയും സ്റ്റേജിന് തൊട്ടടുത്തുള്ള VIP സീറ്റുകളിൽ ഇരിപ്പുറപ്പിച്ചു. ഹാളിലെ വെളിച്ചം അല്പം കുറഞ്ഞു. എല്ലാവരും വാതിലിലേക്ക് നോക്കി. ആൾക്കൂട്ടത്തിനിടയിലൂടെ ശാന്തനായി ഒരാൾ നടന്നു വന്നു. അയാൾ ഒരു കറുത്ത സ്യൂട്ട് ധരിച്ചിരുന്നു. മീര ദൂരത്തു നിന്ന് ആ രൂപം കണ്ടതും സ്തംഭിച്ചുപോയി. അത് വിമാനത്താവളത്തിൽ വെച്ച് അവൾ കണ്ട, അവളോട് കരുണയോടെ സംസാരിച്ച അതേ സമീർ ആയിരുന്നു. ഷീലയും സമീറിനെ കണ്ടതും അമ്പരന്നു. ഇവൻ എങ്ങനെ ഇവിടെ വന്നു? ഷീല പിറുപിറുത്തു. അവൻ എങ്ങനെ ഈ പാർട്ടിയിൽ അതിഥിയായി വന്നുവെന്ന് അവൾക്ക് മനസ്സിലായില്ല. സമീർ നേരെ സ്റ്റേജിലേക്ക് കയറുന്നതിനു പകരം ഹാളിന്റെ വശങ്ങളിൽ നിൽക്കുന്ന സാധാരണക്കാരായ ജീവനക്കാരെ നോക്കി പുഞ്ചിരിച്ചു. അവന്റെ കണ്ണുകൾ മീരയെ തിരയുന്നുണ്ടായിരുന്നു. മീര അപ്പോഴും ഒരു തൂണിനു പിന്നിൽ മറഞ്ഞു നിൽക്കുകയാണ്. സമീർ സ്റ്റേജിനടുത്തേക്ക് എത്തിയപ്പോൾ ഷീല എഴുന്നേറ്റ് നിന്ന് അവനെ തടഞ്ഞു. നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഇത് ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമുള്ള സ്ഥലമാണ്. നീ വിമാനത്താവളത്തിൽ വെച്ച് ചെയ്ത് തെറ്റിനു മാപ്പ് ചോദിക്കാൻ വന്നതാണെങ്കിൽ പുറത്തു പോയി നിൽക്കൂ, ഷീല ദേഷ്യത്തോടെ പറഞ്ഞു. സമീർ ഒന്നും മിണ്ടാതെ അവളെ ഒന്ന് നോക്കി ചിരിച്ചു.
അവന്റെ ആ ചിരിയിൽ വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഷീലയുടെ അഹങ്കാരത്തിന് വലിയൊരു തിരിച്ചടി നൽകാൻ പോകുന്ന നിമിഷങ്ങളായിരുന്നു അടുത്തത്. മീര ആ നിമിഷം വിശ്വസിക്കാനാവാതെ നോക്കി നിന്നു. താൻ സംസാരിച്ച ആ പാവം യുവാവ് ഇത്രയും വലിയ ഒരാളാണോ എന്ന സംശയം അവളുടെ ഉള്ളിൽ ബലപ്പെട്ടു. ഹാളിൽ അന്തരീക്ഷം പെട്ടെന്ന് നിശബ്ദമായി. ഷീല സമീറിനെ തടഞ്ഞു നിർത്തി അപമാനിക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം പേടിയോടെ പരസ്പരം നോക്കി. ഷീലക്ക് സമീറിനെ ഒരു സാധാരണക്കാരനായ ഒരു അപരിചിതൻ എന്ന നിലയിൽ മാത്രമേ അറിയുള്ളൂ. നീ എന്തിനാണ് എന്നെ നോക്കി ചിരിക്കുന്നത്? നിനക്കിവിടെ എന്താണ് കാര്യം? സുരക്ഷാ ജീവനക്കാരെ വിളിച്ച് നിന്നെ പുറത്താക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകൂ, ഷീല ശബ്ദമുയർത്തി പറഞ്ഞു. അവളുടെ അമ്മ ശാരദ അരികിലെത്തി ഷീലയെ പിന്തുണച്ചു. മോള് പറഞ്ഞത് ശരിയാണ്. ഇവനെ പോലെയുള്ളവർ ഈ വലിയ പാർട്ടിക്ക് ഒരു അപമാനമാണ്. സമീർ വളരെ ശാന്തനായി ഷീലയുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ഷീല, ഒരു മനുഷ്യനെ അവന്റെ വസ്ത്രം കൊണ്ടും പണം കൊണ്ടും മാത്രം വിലയിരുത്തുന്നത് എത്രത്തോളം ശരിയാണ്? വിമാനത്താവളത്തിൽ വെച്ച് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിച്ചത് ഞാൻ തെറ്റുകാരനായതുകൊണ്ടല്ല, മറിച്ച് എന്റെ സംസ്കാരം അതായതുകൊണ്ടാണ്. ഷീല പരിഹാസത്തോടെ ചിരിച്ചു. സംസ്കാരമോ? നിന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ടാണ് നീ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ കമ്പനിയുടെ ഉടമസ്ഥൻ എന്റെ സുഹൃത്താണ്. അദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ട് വരും. അദ്ദേഹത്തിന്റെ മുന്നിൽ നീ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. ഈ സമയം ഹാളിന്റെ പിന്നിൽ മറഞ്ഞു നിന്നിരുന്ന മീരയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. സമീർ ആരാണെന്ന് അവൾക്ക് ഏകദേശം ഉറപ്പായി. എങ്കിലും തന്റെ കൺമുന്നിൽ നടക്കുന്നത് വിശ്വസിക്കാൻ അവൾക്ക് പ്രയാസമായി. സമീർ പതുക്കെ തന്റെ സ്യൂട്ടിന്റെ ബട്ടൺ ശരിയാക്കി സ്റ്റേജിലേക്ക് ഒരു ചുവട് മുന്നോട്ട് വെച്ചു. പെട്ടെന്ന് കമ്പനിയുടെ ജനറൽ മാനേജർ ഓടി വന്ന് സമീറിന്റെ മുന്നിൽ കുമ്പിട്ടു. സർ, ക്ഷമിക്കണം, അല്പം വൈകിപ്പോയി. എല്ലാം തയ്യാറാണ്. അങ്ങ് വരുന്നത് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഹാളിലുള്ളവർ ഒന്നടക്കം ഞെട്ടിപ്പോയി. ഷീലയുടെ മുഖത്തെ ഭാവം നിമിഷ നേരം കൊണ്ട് മാറി. അവളുടെ ചുണ്ടുകൾ വിറച്ചു. മാനേജർ, നിങ്ങൾ ഇയാൾക്ക് മുന്നിലാണോ തല കുനിക്കുന്നത്? ഇയാളാണോ നമ്മുടെ ഗസ്റ്റ്? ഷീല വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. മാനേജർ ഷീലയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഷീല, മര്യാദക്ക് സംസാരിക്കൂ. ഇത് ഈ കമ്പനിയുടെ ഏക ഉടമസ്ഥനും നിങ്ങൾ ഇത്രയും നേരം കാത്തിരുന്ന വിജയ് പ്രതാപ് സിംഗയുമാണ്. വിദേശത്ത് ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത നമ്മുടെ ബോസ്. ഷീലയുടെ കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. താൻ ഇതുവരെ അപമാനിച്ചുകൊണ്ടിരുന്ന ആൾ തന്നെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സർവാധികാരി എന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല. ശാരദയും ഭയന്നുപോയി. അവർ അവിടുന്ന് പതുക്കെ വലിയ ശ്രദ്ധ കിട്ടാതെ മാറി നിൽക്കാൻ ശ്രമിച്ചു. സമീർ അഥവാ വിജയ് പ്രതാപ് സിംഗ് മൈക്കിന് മുന്നിലെത്തി. അവൻ ഹാളിനെ നോക്കി ശാന്തമായി പറഞ്ഞു. ഞാൻ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ മുതൽ ഒരു കാര്യം നിരീക്ഷിക്കുകയായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ ചിലർ പദവി കിട്ടുമ്പോൾ മറ്റുള്ളവരെ ചവിട്ടി മെതിക്കാൻ ശ്രമിക്കുന്നു. ഷീല, നിങ്ങൾ ഈ കമ്പനിയുടെ CEO ആകുമെന്ന് സ്വപ്നം കണ്ടിരുന്നല്ലോ. പക്ഷേ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അറിയാത്ത ഒരാൾക്ക് എന്റെ കമ്പനിയിൽ യാതൊരു സ്ഥാനവുമില്ല. ഷീല കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വിജയ്, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല. നമ്മൾ കുട്ടിക്കാലത്തെ സുഹൃത്തുക്കളല്ലേ? എനിക്കൊരു അവസരം കൂടി തരൂ. വിജയ് പുഞ്ചിരിച്ചു. നീ എന്നെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എന്നോട് നന്നായി പെരുമാറുമായിരുന്നു. പക്ഷേ ഒരു സാധാരണക്കാരനോട് നീ എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് നിന്റെ യഥാർത്ഥ സ്വഭാവം ഇരിക്കുന്നത്. ഇന്ന് നിന്നേക്കാൾ യോഗ്യതയുള്ള ഒരാളെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. വിജയിന്റെ കണ്ണുകൾ ഹാളിന്റെ മൂലയിൽ നിൽക്കുന്ന മീരയിലേക്ക് നീങ്ങി. മീര ഭയത്തോടെയും അത്ഭുതത്തോടെയും വിറച്ചു നിൽക്കുകയാണ്. വിജയ് സ്റ്റേജിൽ നിന്ന് താഴേക്കിറങ്ങി മീരയുടെ അടുത്തേക്ക് നടന്നു. എല്ലാവരും ശ്വാസം അടക്കിപ്പിടിച്ച് ആ കാഴ്ച നോക്കി നിന്നു. മീരയുടെ പഴയ വസ്ത്രങ്ങളോ അവളുടെ കയ്യിലുണ്ടായിരുന്ന ചൂലോ ഒന്നും വിജയിനെ തടഞ്ഞില്ല. അവൻ മീരയുടെ മുന്നിൽ ചെന്ന് നിന്നു. മീര, നീ പേടിക്കേണ്ട. നീ വിമാനത്താവളത്തിൽ വെച്ച് എനിക്ക് നൽകിയ ആ കരുണയും ബഹുമാനവുമാണ് ഈ കമ്പനിക്ക് വേണ്ടത്. സത്യസന്ധരായ മനുഷ്യർക്ക് മാത്രമേ ഇവിടെ സ്ഥാനമുള്ളൂ, വിജയ് ഉറക്കെ പറഞ്ഞു. ഷീലയുടെ അഹങ്കാരത്തിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അത്. മീര തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവിൽ നിൽക്കുകയാണ്. മീര തന്റെ കയ്യിലുണ്ടായിരുന്ന ചൂൽ നിലത്തിട്ടു. അവൾക്ക് എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയില്ല. താൻ ഒരു സാധാരണക്കാരനാണെന്ന് കരുതി സംസാരിച്ച വ്യക്തി ഇത്രയും വലിയൊരു സാമ്രാജ്യത്തിന്റെ ഉടമയാണെന്ന സത്യം അവളെ തളർത്തിക്കളഞ്ഞു. വിജയ് മീരയുടെ കണ്ണുകളിലേക്ക് നോക്കി ശാന്തമായി ചോദിച്ചു. മീര, അന്ന് വിമാനത്താവളത്തിൽ വെച്ച് ഞാൻ ചോദിച്ച കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? നീ എന്നെ വിവാഹം കഴിക്കുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അന്ന് നീ അതൊരു തമാശയായിട്ടാണ് എടുത്തത്. പക്ഷേ ഞാൻ സീരിയസ് ആണ്. ഹാളിൽ ഉണ്ടായിരുന്നവർക്കിടയിൽ ഒരു പിറുപിറുപ്പ് ഉയർന്നു. ഒരു വലിയ കോടീശ്വരൻ ഒരു ശുചീകരണ തൊഴിലാളിയോട് വിവാഹ അഭ്യർത്ഥന നടത്തുകയോ? ഷീല ഓടി വന്ന് വിജയന്റെ കൈ പിടിച്ചു പറഞ്ഞു.
വിജയ്, നിനക്ക് പ്രാന്തായോ? ഇവൾ വെറും ഒരു വേലക്കാരിയാണ്. നിന്റെ പദവിക്ക് ചേർന്ന ആളെയല്ല ഇവൾ. എന്നെപ്പോലെ ഒരാളാണ് നിന്റെ കൂടെ വേണ്ടത്. വിജയ് തന്റെ കൈ മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഷീല, പദവി എന്നത് വസ്ത്രത്തിലോ ബാങ്ക് ബാലൻസിലോ അല്ല, മറിച്ച് ഒരാളുടെ സ്വഭാവത്തിലാണ്. നീ എന്നെ ഒരു സാധാരണക്കാരനായി കണ്ടപ്പോൾ അപമാനിച്ചു. എന്നാൽ മീര എന്നെ ഒരു മനുഷ്യനായി കണ്ട് സഹായിച്ചു. എനിക്ക് വേണ്ടത് നിന്റെ പണമല്ല, മീരയുടെ ഈ വലിയ മനസ്സാണ്. വിജയ് തന്റെ കീശയിൽ നിന്ന് ഒരു ചെറിയ മോതിരം എടുത്തു. മീരയുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. മീര, നിന്റെ അമ്മയുടെയും നിന്റെയും സംരക്ഷണം ഇനി എന്റെ ഉത്തരവാദിത്തമാണ്. നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? മീരയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾക്ക് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു. തന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അവസാനിക്കാൻ പോവുകയാണോ എന്നവൾ അത്ഭുതപ്പെട്ടു. ഹാളിൽ ഉണ്ടായിരുന്ന സാധാരണക്കാരായ ജീവനക്കാർ വിജയിന്റെ ഈ തീരുമാനത്തെ കൈയടികളോടെ സ്വാഗതം ചെയ്തു. എന്നാൽ ഷീലയും അവളുടെ അമ്മയും വിജയിനെ ശപിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. മീര വിജയിന്റെ കണ്ണുകളിലേക്ക് നോക്കി പതുക്കെ തലയാട്ടി. ആ നിമിഷം മീരയുടെ ജീവിതം പാടെ മാറിമറിഞ്ഞു. ഒരു ശുചീകരണ തൊഴിലാളിയിൽ നിന്ന് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഭാഗമാകാനുള്ള അവളുടെ യാത്ര അവിടെ ആരംഭിച്ചു. വിജയ് മീരയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് നടന്നു. ലോകത്തിനു മുന്നിൽ മീരയെ തന്റെ ജീവിത പങ്കാളിയായി അവൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഹാളിൽ തിങ്ങി നിറഞ്ഞ അതിഥികളെ സാക്ഷി നിർത്തി വിജയ് നടത്തിയ ആ പ്രഖ്യാപനം ഒരു കൊടുങ്കാറ്റു പോലെയാണ് എല്ലാവരിലും ആഞ്ഞടിച്ചത്. അവിടെ വെച്ച് യാതൊരു ആഡംബരങ്ങളുമില്ലാതെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ വിജയ് തന്റെ കൈകൾ കൊണ്ട് മീരയുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി. മീരയുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണീർ ഒഴുകുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം സംഭവിക്കുന്നത് വിശ്വസിക്കാനാവാതെ അവൾ തറച്ചു നിന്നു. ഒരു ശുചീകരണ തൊഴിലാളിയിൽ നിന്ന് വിജയ് പ്രതാപ് സിംഗിന്റെ ഭാര്യ എന്ന പദവിയിലേക്കുള്ള അവളുടെ മാറ്റം ആ നിമിഷം പൂർണ്ണമായി. വിവാഹശേഷം വിജയ് മീരയെയും കൂട്ടി നേരെ അവളുടെ ചെറിയ വീട്ടിലേക്കാണ് പോയത്. അവിടെ മകളെ കാത്ത് രോഗബാധിതയായി കിടക്കുന്ന അമ്മ ആ വലിയ കാർ തന്റെ വീടിന് മുന്നിൽ നിൽക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. വിജയ് മീരയുടെ കൈ പിടിച്ച് വീട്ടിനുള്ളിലേക്ക് കയറി. അമ്മയുടെ കാൽക്കൽ വീണ് അവർ ഇരുവരും അനുഗ്രഹം വാങ്ങി. അമ്മേ, ഇത് വിജയ്. ഞാൻ വിമാനത്താവളത്തിൽ വെച്ച് കണ്ട അതേ സമീർ. അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചു. മീര ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മക്ക് വിശ്വസിക്കാനായില്ല. മോളെ, ഇദ്ദേഹം ഒരു വലിയ ആളല്ലേ? നമ്മുടെ ചെറിയ വീട്ടിലേക്ക്. വിജയ് അമ്മയുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മേ, മീര എനിക്ക് നൽകിയത് പണത്തിന് വാങ്ങാൻ കഴിയാത്ത സ്നേഹമാണ്. ഇനി മുതൽ നിങ്ങളെ നോക്കേണ്ടത് എന്റെ കടമയാണ്. നിങ്ങളുടെ ചികിത്സക്കായി നഗരത്തിലെ ഏറ്റവും മികച്ച ആശുപത്രിയിൽ ഞാൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ രാത്രി മീര തന്റെ പഴയ വീടിനോട് യാത്ര പറഞ്ഞു. തന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ആ കൂരക്കുള്ളിൽ ഉപേക്ഷിച്ച് അവൾ വിജയിനൊപ്പം തന്റെ കൊട്ടാര വീട്ടിലേക്ക് യാത്രയായി. പിറ്റേന്ന് രാവിലെ മീര ഉണർന്നത് പുതിയൊരു ലോകത്തായിരുന്നു. പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും അവളെ കാത്തിരിക്കുന്നു. എങ്കിലും മീര തന്റെ എളിമ കൈവിട്ടില്ല. തന്റെ ജീവിതം മാറ്റിമറിച്ച ദൈവത്തിന് അവൾ നന്ദി പറഞ്ഞു. വിജയ് മീരയെ തന്റെ ബിസിനസ് കാര്യങ്ങൾ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. കേവലം ഒരു ഭാര്യ എന്നതിലുപരി മീരയെ ആ കമ്പനിയുടെ കരുത്തുറ്റ ഒരു ഭാഗമാക്കാനായിരുന്നു അവന്റെ ലക്ഷ്യം. വിവാഹത്തിന് ശേഷമുള്ള മീരയുടെ ജീവിതം ഒരു സ്വപ്നം പോലെയായിരുന്നു. എന്നാൽ ആഡംബരങ്ങളിൽ മറിമറന്ന് ജീവിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. തന്റെ ജീവിതം മാറ്റിമറിച്ച വിജയിന്റെ ബിസിനസ് സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കാൻ അവൾ തീരുമാനിച്ചു. വിജയ് അവളെ കമ്പനിയുടെ ഔദ്യോഗിക കാര്യങ്ങൾ പഠിപ്പിക്കാൻ പ്രത്യേകം താല്പര്യമെടുത്തു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മീര ആദ്യമായി ഔദ്യോഗിക വേഷത്തിൽ കമ്പനിയിലേക്ക് എത്തി. പണ്ട് താൻ തറ തുടച്ചിരുന്ന അതേ ഹാളിലേക്ക് അവൾ തല ഉയർത്തി നടന്നു കയറി. അന്ന് അവളെ പുച്ഛത്തോടെ നോക്കിയിരുന്ന ജീവനക്കാർ ഇന്ന് ആദരവോടെ എഴുന്നേറ്റ് നിന്നു. എന്നാൽ മീരയുടെ പെരുമാറ്റത്തിൽ അല്പം പോലും അഹങ്കാരം ഉണ്ടായിരുന്നില്ല. അവൾ നേരെ ചെന്നത് ശുചീകരണ തൊഴിലാളികളുടെ അടുത്തേക്കാണ്. അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ മീര അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആദ്യത്തെ ഉത്തരവിട്ടു. ഇതുകണ്ട് ഷീലയും സംഘവും അപ്പോഴും അസൂയയോടെ പുകയുകയായിരുന്നു. കമ്പനിയിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്കും ഒരു മുൻ വേലക്കാരി തങ്ങളുടെ മുകളിൽ വരുന്നത് ഇഷ്ടമായിരുന്നില്ല. അവർ മീരയെ പരാജയപ്പെടുത്താൻ രഹസ്യമായ നീക്കങ്ങൾ നടത്തി. ഒരു വലിയ വിദേശ പ്രൊജക്ടിന്റെ പ്രസന്റേഷൻ തയ്യാറാക്കാൻ വിജയ് മീരയെ ഏൽപ്പിച്ചു. അവൾക്ക് വിദ്യാഭ്യാസം കുറവാണെന്നും അവൾ ഇത് നശിപ്പിക്കുമെന്നും പലരും പരിഹസിച്ചു. എന്നാൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ മീര അധ്വാനം ചെയ്തു. വിജയ് നൽകിയ പിന്തുണ അവൾക്ക് വലിയ ആത്മവിശ്വാസം നൽകി. പ്രസന്റേഷൻ ദിവസം എല്ലാവരും മീരയുടെ പരാജയം കാത്തിരുന്നു.
ഷീല മനഃപൂർവ്വം മീരയുടെ ഫയലുകൾ മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും വിജയന്റെ ജാഗ്രത അത് പരാജയപ്പെടുത്തി. മീര സ്റ്റേജിലേക്ക് കയറി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. ലളിതമായ ഭാഷയിൽ എന്നാൽ ആത്മാർത്ഥതയോടെ അവൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഒരു ബിസിനസ്സുകാരൻ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയുള്ള അവളുടെ നിർദ്ദേശങ്ങൾ വിദേശ ആളുകളെ വല്ലാതെ ആകർഷിച്ചു. പ്രസന്റേഷൻ കഴിഞ്ഞപ്പോൾ ഹാൾ കയ്യടികളാൽ നിറഞ്ഞു. വിജയന്റെ കണ്ണുകൾ അഭിമാനം കൊണ്ട് തിളങ്ങി. മീര കേവലം ഒരു പാവപ്പെട്ട പെൺകുട്ടിയല്ല, മറിച്ച് തനിക്ക് തുല്യമായ കഴിവുള്ള ഒരു പങ്കാളിയാണെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു. ഷീലയുടെ എല്ലാ തന്ത്രങ്ങളും അവിടെ പരാജയപ്പെട്ടു. മീര തന്റെ ആദ്യത്തെ വലിയ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. മീരയുടെ വിജയവും വളർച്ചയും ഷീലയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തന്റെ പദവിയും സൗന്ദര്യവും ഒരു സാധാരണ പെൺകുട്ടിയുടെ അധ്വാനത്തിന് മുന്നിൽ തോറ്റുപോകുന്നത് അവൾക്ക് അംഗീകരിക്കാനായില്ല. അവസാനത്തെ അടവെന്ന നിലയിൽ കമ്പനിയുടെ രേഖകളിൽ തിരിമറി നടത്തി മീരയെ ഒരു ചതിയത്തിയായി ചിത്രീകരിക്കാൻ ഷീലയും അമ്മയും ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി. മീര ഒപ്പിട്ട് ചില ഫയലുകളിൽ മാറ്റം വരുത്തി കമ്പനിക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായതായി അവർ വരുത്തി തീർത്തു. അടുത്ത ദിവസം കമ്പനിയിൽ ഒരു അടിയന്തര ബോർഡ് മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ഷീല വിജയിന്റെ മുന്നിൽ തെളിവുകൾ നിരത്തി. വിജയ്, ഞാൻ പറഞ്ഞില്ലേ, ഇവൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഇവൾ കാരണം കമ്പനിക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു വേലക്കാരിയെ സിഇഒ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഷീല പരിഹാസത്തോടെ പറഞ്ഞു. എന്നാൽ വിജയ് ശാന്തനായിരുന്നു. മീരയുടെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നില്ല. വിജയ് പതുക്കെ എഴുന്നേറ്റ് ഹാളിന്റെ വശത്തുള്ള വലിയ സ്ക്രീൻ ഓൺ ചെയ്തു. അതിൽ ഷീലയും അമ്മയും ചേർന്ന് മീരയുടെ ക്യാബിനിൽ കയറി ഫയലുകൾ മാറ്റുന്ന CCTV ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു. ഷീലയും ശാരദയും അത് കണ്ട് തകർന്നുപോയി. തന്റെ ഭാര്യയെയും കമ്പനിയെയും സംരക്ഷിക്കാൻ വിജയ് നേരത്തെ തന്നെ മുൻകരുതലുകൾ എടുത്തിരുന്നു. വിജയ് ഗൗരവത്തോടെ പറഞ്ഞു, ഷീല, നീ എന്നെയും മീരയും ഒരേപോലെ വഞ്ചിക്കാൻ ശ്രമിച്ചു. പണമില്ലാത്തവരെ ചതിക്കാമെന്ന് നീ കരുതി. പക്ഷെ ഈ കമ്പനിയിൽ അത് നടക്കില്ല. നിന്നെയും നിന്റെ അമ്മയെയും ഈ കമ്പനിയിൽ നിന്ന് ഞാൻ എന്നേക്കുമായി പുറത്താക്കുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരെ അവിടെ നിന്ന് ഇറക്കിവിട്ടു. അതിനുശേഷം വിജയ് എല്ലാവരെയും നോക്കി പ്രഖ്യാപിച്ചു, ഇന്ന് ഞാൻ ഈ കമ്പനിയുടെ CEO ആയി മീര വിജയ് പ്രതാപ് സിംഗിനെ ഔദ്യോഗികമായി നിയമിക്കുന്നു. ഹാളിൽ വലിയ കയ്യടികൾ മുഴങ്ങി. പണ്ട് തറ തുടച്ചിരുന്ന മീര ഇന്ന് ആ കസേരയിൽ ഇരിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുകൾ പൊഴിഞ്ഞു. തന്റെ അമ്മയുടെ പ്രാർത്ഥനയും വിജയിന്റെ വിശ്വാസവും അവളെ ആ വലിയ പദവിയിൽ എത്തിച്ചു. മീര ആ കസേരയിൽ ഇരുന്ന് ആദ്യത്തെ ഫയലുകൾ ഒപ്പിട്ടു. അത് സാധാരണക്കാരായ ജീവനക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു. തന്റെ ഭൂതകാലത്തെ മറക്കാതെ മറ്റുള്ളവരുടെ കണ്ണുനീർ ഒപ്പാൻ മീര ആ പദവി ഉപയോഗിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പായി. മീര CEO ആയി ചുമതലയേറ്റതോടെ കമ്പനിയുടെ മുഖച്ഛായ തന്നെ മാറി. അഹങ്കാരവും മത്സരവും നിറഞ്ഞ അന്തരീക്ഷത്തിനു പകരം സ്നേഹവും പരസ്പര ബഹുമാനവും അവിടെ നിറഞ്ഞു. മീര തന്റെ പദവി ഉപയോഗിച്ച് പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ചു. തന്റെ അമ്മ അനുഭവിച്ച വേദന മറ്റൊരു കുടുംബവും അനുഭവിക്കരുത് എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. വിജയ് ഒരുക്കിയ മികച്ച ചികിത്സയിലൂടെ മീരയുടെ അമ്മ പൂർണ്ണമായും സുഖം പ്രാപിച്ചു. അമ്മ തന്റെ മകളെ ആ വലിയ ഓഫീസിൽ അന്തസ്സോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആനന്ദ കണ്ണീർ പൊഴിച്ചു. എന്റെ മോൾ പണ്ട് പറഞ്ഞതുപോലെ ദൈവം നമുക്കായി ഒരു വഴി കാത്തുവെച്ചിരുന്നു, അമ്മ മേരിയെ ചേർത്തു പിടിച്ചു പറഞ്ഞു. തന്റെ മകൾ ഒരു വലിയ കോടീശ്വരന്റെ ഭാര്യയായതിനേക്കാൾ ആയിരക്കണക്കിന് ആളുകൾക്ക് തണലാകുന്ന ഒരു നല്ല മനുഷ്യനായതിലാണ് ആ അമ്മ അഭിമാനിച്ചത്. വിജയും മീരയും തമ്മിലുള്ള സ്നേഹം നാൾക്കുനാൾ വർദ്ധിച്ചു. വിജയ് തന്റെ ബിസിനസ് ലോകത്തെ തിരക്കുകൾക്കിടയിലും മീരയുടെ ലാളിത്യത്തെ എന്നും തുല്യമായി കരുതി. ഷീലയും അമ്മയും തങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. പണത്തേക്കാൾ വലിയ സമ്പാദ്യം നല്ല മനസ്സും സത്യസന്ധതയുമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു.